ഹായ്, ഞാൻ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് ഡാൻസിൽ പോയപ്പോൾ എനിക്കൊരു സാൽമൺ കിട്ടി, ഒരു ഹോൾ സാൽമൺ. ഞാൻ ഇടയ്ക്ക് പോയി വാങ്ങിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാൽമൺ മുളകിട്ട് കറി വെക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കപ്പ ഉണ്ടെങ്കിൽ കപ്പ ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഇന്ന് ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വാങ്ങിച്ചുകൊണ്ട് വന്നു. അത് ഞാനിനിയിപ്പോൾ അത് വെട്ടിയൊക്കെ കഴിഞ്ഞ് കറി വെക്കുമ്പോൾ നിങ്ങളെ കാണിക്കാം. ഇത് കണ്ടോ, സാൽമൺ നിങ്ങൾ കണ്ടോ? ഇതാണ് ഇവിടുത്തെ ഹോൾ സാൽമൺ. അപ്പം ഞാനിത് വെട്ടി റെഡിയാക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. കണ്ടോ, ഞാൻ ആ മീനെല്ലാം വെട്ടി റെഡിയാക്കി. അതിൻ്റെ നടുഭാഗമില്ലേ, അത് ഞാൻ ചെറിയ പീസാക്കിയിട്ട് പിള്ളേർക്ക് വറക്കാനായിട്ട് റെഡിയാക്കി വെച്ചു. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു ഇച്ചിരി 1.5 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ടു കേട്ടോ. അപ്പോൾ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ വറക്കുന്നില്ല, പിള്ളേർ വരുമ്പോഴത്തേനേ വറക്കുന്നുള്ളൂ. പിന്നെ ഞാൻ പുളി, വാളാമ്പുളി അല്ല, ഇത് കുടംപുളിയാണ്. ഞങ്ങളൊക്കെ കുടംപുളി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വെള്ളത്തിൽ, ചെറിയ ചൂടുവെള്ളത്തിലിട്ടിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ വാളംപുളി ഉപയോഗിക്കാറുണ്ട് മീൻ കറിക്ക്, പക്ഷേ ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ കുടംപുളിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ബാക്കി മീനിൻ്റെ തല, വാല്, ആ ഭാഗങ്ങളെല്ലാം വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കറി വെക്കാനായിട്ട്. പിന്നെ കണ്ടില്ലേ, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്, ഒരു കുഞ്ഞുള്ളി, പിന്നെ കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി സാധാരണ നമ്മൾ മീൻകറിക്ക് ചിലരൊന്നും ഇടാറില്ല, പക്ഷെ ഞാൻ ഇച്ചിരി കൊഴുപ്പ് കിട്ടണല്ലോ എന്ന് കരുതിയാണ് ഈ തക്കാളി ഇടുന്നത്. പിന്നെ ചിലർ ഈ സാൽമണിൻ്റെ സ്കിൻ റിമൂവ് ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ ഞാനത് നന്നായിട്ട് ക്ലീൻ ചെയ്തതുകൊണ്ട് എനിക്കത് റിമൂവ് ചെയ്യണമെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ആ സ്കിന്നോട് ഉള്ളപ്പോഴാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. ഓക്കെ, ഞാനിനി കറി വെക്കട്ടെ. ഇത് നിങ്ങൾ കണ്ടോ, ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം മീൻകറിക്ക് എപ്പോഴും വെളിച്ചെണ്ണയാണ് കേട്ടോ നല്ലത്, എല്ലാവർക്കും അറിയാം. പക്ഷേ വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോഴാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം ഉലുവയും കടുകും ഇട്ട് പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സാധനങ്ങളെല്ലാം കൂടെ ഇതിനകത്തേക്ക് ഇട്ട് വഴറ്റുക. ഇച്ചിരി ഉപ്പ് ഇട്ടു, കാരണം ഒന്ന് നന്നായിട്ട് മൂക്കണമല്ലോ. മൂത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ പൊടികളൊക്കെ ഇടുന്നത്. പൊടികളൊക്കെ ഇട്ടു. ഉള്ളി വഴന്നു കഴിഞ്ഞപ്പം പൊടികൾക്കും എനിക്ക് മെഷർമെൻ്റ് ഒന്നും ഇല്ല കേട്ടോ. പണ്ടൊക്കെ നമ്മുടെ അമ്മമാർക്കൊന്നും മെഷർമെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അവരൊക്കെ ഒരു ഊഹക്കണക്കല്ലായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ ഞാൻ അത്യാവശ്യം മുളക് പൊടി, കാശ്മീർ മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടു, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ എരിവുള്ള 1 സ്പൂൺ മുളക് പൊടി, പിന്നെ ഫിഷ് മസാല ഒരു പേര് ഇച്ചിരി ഇട്ടു കേട്ടോ. കാരണം ഫിഷ് മസാല ഇടുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ അതും ഇച്ചിരി ഇട്ടു. പിന്നെ നമ്മുടെ കുതിർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കുടംപുളി ഇല്ലേ, കുടംപുളി ഞാൻ ഈ ഇതിനകത്തേക്ക് ഒഴിച്ചു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അത് നന്നായിട്ട് മിക്സ് ആകട്ടെ. ചെറിയ കിടന്ന് നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ ഒരു പാക്കറ്റ് കപ്പ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതൊന്ന് ഉണ്ടാക്കാമെന്ന് വെച്ചു. എന്തായാലും മീൻകറി വെക്കുന്നതല്ലേ, പിള്ളേർക്ക് കപ്പയും മീൻകറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അത് അറിയാമല്ലോ നിങ്ങൾക്ക്, ഞാൻ ഇച്ചിരി ഉപ്പിട്ടിട്ട് അത് തിളപ്പിച്ച് നന്നായിട്ട്. അത് കഴിഞ്ഞിട്ട് അത് വെന്ത് കഴിഞ്ഞപ്പോഴത്തേന് ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് കുറച്ച് തേങ്ങ, ഒരു 3 പച്ചമുളക്, പിന്നെ ഒരു കുഞ്ഞല്ലി വെളുത്തുള്ളി, കുറച്ച് ജീരകം ഇടുന്നത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ജീരകം, പിന്നെ കുഞ്ഞുള്ളി, കറിവേപ്പില, ഇത്രയും കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് കപ്പയുടെ ഊറ്റിക്കളഞ്ഞ കപ്പയുടെ മുകളിലേക്ക് ഇട്ടു. എന്നിട്ട് ചെറുതായിട്ട് അടച്ചു വെച്ചിട്ട് ആവി വരുന്നത് വരെ നമ്മൾ വെച്ചു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ കപ്പ റെഡിയാവും. ഓക്കെ, ഞാൻ എൻ്റെ മീൻ എന്തായെന്ന് നോക്കട്ടെ. മീൻ കഷ്ണങ്ങൾ ഇടാൻ പാകമായിട്ടുണ്ട്, കാരണം വെള്ളം നന്നായി തിളയ്ക്കുന്ന കണ്ടോ. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ തല എടുത്ത് നടുക്കിലേക്ക് ഇടാം. ചിലർക്ക് മീനിൻ്റെ തലയൊന്നും ഇഷ്ടമില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കും അത്ര മീനിൻ്റെ തല ഞാൻ അത്ര കഴിക്കാൻ താല്പര്യമില്ല. പക്ഷേ നമുക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ നാട്ടിലൊക്കെ തലക്കറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രത്യേകം കറിയൊക്കെ ഉണ്ടല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ തൊടുപുഴ, ഇടുക്കി സൈഡിൽ, കോട്ടയം സൈഡിലൊക്കെ അതിന് പ്രത്യേക ഡിമാൻഡാണ്. അപ്പം നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഞാനിച്ചിരി ചാറ് കൂട്ടി വെച്ചതാണ് കേട്ടോ. കപ്പ ഉള്ളത് കൊണ്ട് പിള്ളേർക്ക് കപ്പയുടെ മുകളിലേക്ക് ഈ ചാറ് ഒഴിച്ചിട്ട് ഒരു കഷ്ണം മീനൂടെ കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ പിള്ളേർക്ക് പ്രത്യേകിച്ച് എരിവൊന്നും കുറച്ചൊന്നും അല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ ഫ്രൈ ചെയ്യുന്ന മീനിനകത്താണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ എല്ലാ മസാലകളും ഇടാറുണ്ട്. എരിവ് അത്യാവശ്യം നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ്. കാരണം നമ്മളൊക്കെ കൊച്ചിലെ അങ്ങനെയാണല്ലോ പഠിച്ചിരിക്കുന്നത്. നമ്മുടെ അമ്മമാരൊന്നും നമുക്ക് പ്രത്യേക സ്പെഷ്യലായിട്ടൊന്നും എരിവ് കുറച്ചോ അല്ലെങ്കിൽ എണ്ണ കുറച്ചോ ഒന്നും അല്ലല്ലോ ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത്. അവർക്ക് അറിയാവുന്നതുപോലെ അവരുണ്ടാക്കും. അത് തന്നെയാണ് നമ്മളും കഴിച്ചുകൊണ്ടിരുന്നത്.
പിന്നെ ഞാൻ ഓർക്കുന്നുണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ അമ്മമാർ നമുക്ക് വേണ്ടിയിട്ട് ഇപ്പം മിക്ക വീടുകളിലും സാധാരണ ഫാമിലികളിലൊക്കെ നമ്മൾ ഒരു കഷ്ണം അല്ല 1 കിലോ മീനൊക്കെയല്ലേ വാങ്ങിക്കുന്നത്. അപ്പം നമ്മുടെ അമ്മമാർ നമുക്ക് പിള്ളേർക്ക് ഇപ്പം 3 പിള്ളേരുണ്ടെങ്കിൽ 3 കഷ്ണം എടുത്ത് വറക്കും, എന്നിട്ട് അവർ എടുക്കില്ല. സത്യം പറഞ്ഞാൽ അതൊക്കെ ഇപ്പോൾ നമുക്ക് മിസ് ചെയ്യുന്നു അല്ലേ. നമ്മുടെ അമ്മമാർ നമുക്ക് ചെയ്തു തന്നിട്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ദൂരത്തിരിക്കുമ്പോഴും ഒക്കെയാണ് നമുക്കത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. ഇതേ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനേ അതിന് മുകളിലേക്ക് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുവാണേ. വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ ഭയങ്കര ഇങ്ങനെ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു. ഈ സാൽമൺ ഫിഷിനൊന്നും അധികം വേവില്ല കേട്ടോ, ഇതൊക്കെ പെട്ടെന്ന് റെഡിയാവുന്നതാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. പിന്നെ ഇതിന് ആ എരിവും പുളിയൊക്കെ പിടിക്കണമെങ്കിൽ ഇച്ചിരി സമയം എടുക്കും. സാറില്ല, എൻ്റെ കപ്പയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ശകലം കപ്പയും മീൻകറിയും ഒന്ന് കഴിച്ചു നോക്കട്ടെ, ഞാൻ കാണിക്കാം നിങ്ങളുടെ പ്ലേറ്റിൽ. ഓക്കെ, അങ്ങനെ എൻ്റെ കപ്പയും മീൻകറിയും പിന്നെ ഒരു കട്ടൻ കാപ്പിയും റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിക്കട്ടെ. ഇവിടെ ഇപ്പോൾ സമയം 1 മണിയാവുന്നു കേട്ടോ. ഞാനിന്ന് സത്യം പറഞ്ഞു ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ പിള്ളേരെ റെഡിയാക്കി സ്കൂളിൽ വിട്ടു, കടയിൽ പോയി സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നു, പെട്ടെന്ന് തന്നെ കിച്ചണിൽ കയറി കുക്കിംഗ് ചെയ്തു. അതിനിടയ്ക്കിടയ്ക്കാണ് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത്. എനിക്ക് അത്ര വലിയ പരിചയമൊന്നുമില്ല വീഡിയോ എടുത്ത്, ഞാൻ തന്നെയാണല്ലോ എടുക്കുന്നത്, കാരണം അത് അത്ര എക്സ്പീരിയൻസ് ഇല്ല എനിക്ക്. പക്ഷേ ഇങ്ങനെ വീഡിയോ എടുത്തിടുന്നതിൽ എനിക്കൊരു ചെറിയ സന്തോഷമുണ്ട്, അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മീ. ബൈ.